ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം പ്രപ്വൈസ്. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്വൈസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കൊരു കാർട്ടൂൺ തന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കാർട്ടൂണിൽ പറയുന്നത് ജസ്റ്റ് വേറെ ഒന്നുമില്ല, ക്യാൻ വി ഹാവ് എ ഫ്യൂ $1,000,000 ഫോർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീസ്. ഒരു സമാധാന ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാൻ കുറച്ച് പൈസ തരുമോ എന്ന് ചോദിക്കുമ്പോൾ മിലിറ്ററി ഓഫീസർ പറയാണ് വി കാൺ അഫോർഡ്. ഈ പറയുന്ന മിലിറ്ററി എക്യുപ്മെന്റ്സിന്റെ എല്ലാം മുകളിൽ കയറി എന്ന് പറയാന്ന് നമുക്ക് പൈസ ഇല്ല. അപ്പോൾ അതാണ് കാർട്ടൂൺ. അപ്പോൾ ഈ കാർട്ടൂൺ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. കാർട്ടൂൺ ബേസ് ചെയ്തിട്ടല്ല, കാർട്ടൂൺ ആണ് അതിന്റെ ഒരു എന്താണ് ബേസ് എന്ന് പറയുന്നത്. അതിനകത്ത് നിന്നിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നത്. The idea of global security emerged in 1990 in response to the global nature of threats such as. ഗ്ലോബൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ആശയം 1990-കളിൽ ഫോം ചെയ്തു വരുന്നു. ഗ്ലോബൽ സെക്യൂരിറ്റി എന്തിനെതിരെയാണ് ഗ്ലോബൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ആശയം വരുന്നത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ്: വാർ, യുദ്ധം; ഇന്റർനാഷണൽ ടെററിസം, അന്താരാഷ്ട്ര തീവ്രവാദം; ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം; ഗ്ലോബൽ പോവർട്ടി, ആഗോള പട്ടിണി. 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി, ഇന്റർനാഷണൽ ടെററിസം. മറ്റുള്ള കാരണങ്ങൾ ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഹെൽത്തും ഗ്ലോബൽ വാർമിംഗ്, ഇന്റർനാഷണൽ ടെററിസം ആൻഡ് ഹെൽത്ത് ആണ് ഈ ഗ്ലോബൽ സെക്യൂരിറ്റിയുടെ ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഫോം ചെയ്തപ്പോൾ അതിനെ സ്വാധീനിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ നോൺ ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് സെക്യൂരിറ്റി? The following comes under the non-traditional concept of security. Traditional war between countries, biological war, health epidemic, nuclear welfare. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതൊരു എന്താണ്, ഒരു മിലിറ്ററി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ടെററിസത്തിനൊക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ നോൺ ട്രഡീഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ഓഫ് സെക്യൂരിറ്റി ഏതിനെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ നോൺ ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് സെക്യൂരിറ്റി? ഇതിനകത്ത് ഏതാണ് നോൺ ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് സെക്യൂരിറ്റി വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ 2, ബയോളജിക്കൽ വാർ ആണ്. കാരണം ഈ വാക്ക് നോക്കുക, നോൺ ട്രഡീഷണൽ കൺസെപ്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പം ബയോളജിക്കൽ വാർ എന്ന് പറയുന്നത് വളരെ പുതിയതായിട്ടുള്ള ഒരു ഇൻക്ലൂഷൻ ആണ് ഈ ഒരു ലിസ്റ്റിലേക്ക്. ഓക്കെ, ടെറിട്ടോറിയൽ വാർ, യുദ്ധങ്ങൾ, ആളുകൾ തമ്മിലുള്ള, രാജ്യങ്ങൾ തമ്മിലുള്ള ടെറിട്ടറിയിൽ വെച്ചുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ട്. ഹെൽത്ത് എപ്പിഡമിക്സ് ഉണ്ട്, ന്യൂക്ലിയർ വാർഫെയർ ഒക്കെ നമുക്ക് ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ ബയോളജിക്കൽ വാർഫെയർ എന്ന് പറഞ്ഞാൽ വളരെ പുതിയതായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ നോൺ ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് സെക്യൂരിറ്റി വരുന്നത് ബയോളജിക്കൽ വാർ ആണ് ഈ ലിസ്റ്റിൽ. അടുത്ത ക്വസ്റ്റ്യൻ, അതേ ക്വസ്റ്റ്യൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സബ് ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ സെക്യൂരിറ്റി ഈസ് അബൌട്ട്. ഹ്യൂമൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ് എന്നാണ് ചോദിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്, അലയൻസ് ബിൽഡിംഗ്, പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ, ഡിറ്ററൻസ്. ഓക്കെ, ഡിറ്ററൻസ് എന്ന് പറഞ്ഞാൽ ബേസായിട്ട് ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഒരു ഒഴിവാക്കലാണ് ഡിറ്ററൻസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഹ്യൂമൻ സെക്യൂരിറ്റിയുടെ ബേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി, പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ. ബേസിക്കലി ഹ്യൂമൻ സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്നത് ഒരു രാജ്യത്തിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത് അവിടുത്തെ മനുഷ്യരുടെ സെക്യൂരിറ്റിയെ കൗണ്ടർ ചെയ്യും. ഇത് രണ്ടും ചിലപ്പോൾ എതിർ ദിശയിൽ വരും. അപ്പോൾ ഇതിൽ ആളുകളുടെ അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യത്വത്തിന്, ഹ്യൂമാനിറ്റേറിയൻ എക്സിസ്റ്റൻസിന് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് പ്രാധാന്യം കൊടുക്കുക എന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ സെക്യൂരിറ്റിയുടെ ബേസ് വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് കാർട്ടൂൺ ഡെപ്പിക്സ് മാസീവ് എക്സ്പെൻഡിച്ചർ ഓൺ. ഓക്കെ, നമുക്ക് ഈ കാർട്ടൂൺ നോക്കിയിട്ട് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ കുറെ ആളുകൾ സമാധാന സംഘടന തുടങ്ങാൻ പൈസ തരുമോ എന്ന് ചോദിക്കുമ്പോൾ
ഈ പറയുന്ന മിലിറ്ററി ഓഫീസർ പണത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് പറ്റൂല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഫിഷിംഗ് ഹങ്കർ, ഫിഷിംഗ് ഡിസീസ്, നാച്ചുറൽ ഡിസാസ്റ്റർ, ഡിഫൻസ്. ബേസിക്കലി അത് ഡിഫൻസ് ആയിരിക്കുമല്ലോ. ഉത്തരം ഓപ്ഷൻ ഡി, ഡിഫൻസ്. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ദ ബ്രോഡ് ഐഡിയ ഓഫ് സെക്യൂരിറ്റി ഈസ് ട്രസ്റ്റ് അപ്പോൺ. അടുത്ത ആ ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ആണ്. ദ ബ്രോഡ് ഐഡിയ ഓഫ് സെക്യൂരിറ്റി ഈസ് ട്രസ്റ്റ് അപ്പോൺ. ഐഡിയ ഓഫ് സെക്യൂരിറ്റി എന്തിന്റെ ബേസിസിലാണ് എന്നാ പറയുന്നത് ചോദിച്ചിരിക്കുന്നത്? ഫ്രീഡം ഫ്രം വാർ, ഫ്രീഡം ഫ്രം ബോണ്ട്, കോൺഫിഡൻസ് ബിൽഡിംഗ്, അലയൻസ് ബിൽഡിംഗ്. ഓക്കെ, ഫ്രീഡം ഫ്രം വാർ, ഫ്രീഡം ഫ്രം ബോണ്ട്, കോൺഫിഡൻസ് ബിൽഡിംഗ്, അലയൻസ് ബിൽഡിംഗ്. ക്വസ്റ്റ്യൻ ആൻസർ ഒബ്വിയസ് ആണ്. ഫ്രീഡം ഫ്രം വാർ, യുദ്ധത്തിൽ നിന്നുള്ള വിമോചനം ആണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ബേസിക് ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു പാസേജ് ആണ്. നമ്മൾ കഴിഞ്ഞ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത പോലെ ഈ ക്വസ്റ്റ്യൻസിലേക്ക് അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സമയം എങ്ങനെ നമ്മൾ മാനേജ് ചെയ്തിരുന്നു എന്ന് കൂടി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ആ സമയത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ സമയം എടുത്ത് ഒരു കുറെ ക്വസ്റ്റ്യൻസിന് ഒരുപാട് സമയം നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവസാനത്തേക്ക് വരുമ്പോൾ ഇത് വായിച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെടും. ആ സമയം കൺസർവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഫുൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയുള്ള പാസേജ് റീഡിംഗ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ഇത് മൊത്തം 2-3 തവണ വായിച്ചു നോക്കിയിട്ട് എല്ലാ ക്വസ്റ്റ്യനും പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിന്റെ ആൻസറുകൾ പാസേജിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. രണ്ടാണെങ്കിലും അത് ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മൾ ഏത് രീതിയിലാണോ പ്രാക്ടീസ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ആൻസർ സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നോക്കാം, ഇതൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടുള്ള നാഷണൽ മൂവ്മെന്റിന്റെയും അവരുണ്ടാക്കിയിട്ടുള്ള അലയൻസിനെ കുറിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ടൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് പ്രൈമറി ഫേസ്? സിഗ്നിഫിക്കൻസ് ഓഫ് പാർട്ടി സിസ്റ്റം ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഡ്യൂറിംഗ് പ്രൈമറി ഈ കോൺഗ്രസ് ഫോം ചെയ്യുന്നത് 1885-ലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായിരുന്നു കോൺഗ്രസിന്റെ സിഗ്നിഫിക്കൻസ്, പാർട്ടി സിസ്റ്റം ഓക്കെ എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന്റെ ഉത്തരം വരുന്നത് ഓൾമോസ്റ്റ് ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഡ്യൂറിംഗ് ദ പീരീഡ് വെയർ ഇൻവോൾവ് ഇൻ ഫ്രീഡം സ്ട്രഗിൾ. എല്ലാ പാർട്ടികളുടെയും ഒരു കോമൺ സ്വഭാവമായിരുന്നത് എല്ലാ പാർട്ടികളും ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്തിരുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് ദ പീരീഡ് വെയർ ഇൻവോൾവ് ഇൻ ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പാർട്ടികളായിരുന്നു മിക്കത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കൊരു ലിസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4 ഇൻസിഡൻസ് ആണ്, അതിന് 4 വർഷങ്ങൾ തന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ജാലിയൻ വാലാബാഗ്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ഫോർമേഷൻ ഓഫ് ഹിന്ദു മഹാസഭ. നോക്കിയിട്ട് അടിയിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ ലിസ്റ്റിൽ 1905, 1919, 85, 15. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. A3, B2, C1, D4. ഓപ്ഷൻ A3 നോക്കുമ്പോൾ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കറിയാം 1885 ആണ്. ഇത് ഓപ്ഷനിൽ തന്നെയുണ്ട്. ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്നത് നമുക്കറിയാം 1919 അമൃത്സറിൽ വെച്ചിട്ടാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്നത്. C1 പാർട്ടീഷൻ ഓഫ് ബംഗാൾ നമുക്കറിയാം 1905 ബംഗാൾ പാർട്ടീഷൻ. ഓപ്ഷൻ ഡി ഫോർമേഷൻ ഓഫ് ഹിന്ദു മഹാസഭ ബേസിൽ ഇപ്പോൾ 1915 ഹിന്ദു മഹാസഭ ഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യന്, when did Indian National Congress first transform its role from a pressure group to a mass movement? ഈ പറയുന്ന പാസേജിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു കോൺഗ്രസ് തുടങ്ങുന്ന സമയത്ത് ഒരു പ്രഷർ ഗ്രൂപ്പ് ആയിരുന്നു, ഒരു ലോബിയിങ് ഗ്രൂപ്പ് ആയിരുന്നു. അത് പിന്നീട് ഒരു മാസ് മൂവ്മെന്റിലേക്ക് അതിനെ ഡ്രൈവ് ചെയ്യുന്നത് ഏത് ഘട്ടത്തിലാണ് എന്നാണ് ചോദ്യം. ഓക്കെ, 4 ഓപ്ഷനാണ്. ഡ്യൂറിംഗ് ദ പീരീഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ്, the launching of Swadeshi movement, with Bal Gangadhar Tilak become the member of Indian National Congress,
with the partition of Bengal, with the formation of Hindu Mahasabha and Akali Dal. അപ്പോൾ 5 ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വിത്ത് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 95. ഇത് 1905 ബംഗാൾ പാർട്ടീഷന്റെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. കോൺഗ്രസ് ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് മാറുന്നത് 1905-ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ സെയിം പാസേജിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. Why was the Indian National Congress referred to as national platform during the British rule? കോൺഗ്രസിനെ ഒരു നാഷണൽ പ്ലാറ്റ്ഫോം എന്ന് വിളിച്ചിരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ആൻസർ വായിച്ചു ഓപ്ഷൻസ് വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാവില്ല. കാരണം സിമിലർ ആയിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ശരിയുത്തരങ്ങൾ ഉണ്ടാവും അതിനകത്ത്. നമുക്ക് എല്ലാ ശരിയുത്തരങ്ങളും വേണ്ട, ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ് ശരിയുത്തരം അതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാതെ വേറെ വഴിയില്ല. അപ്പൊ നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം, because of the other political organization during the period had cooperated with Congress, also time has a conflictual relationship. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ്, ഹിന്ദു മഹാസഭ, അകാലിദൾ തുടങ്ങിയ എല്ലാ പാർട്ടികളും അല്ലെങ്കിൽ പല ഐഡിയോളജികളുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജീസ് കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമിൽ എന്താണ് ഭാഗമായിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഒരു എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ കോൺഗ്രസ് നിലനിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിനെ ഒരു എന്താണ് പൊളിറ്റിക്കൽ ഒരു ലാർജർ പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. അത് നമ്മളിത് വായിച്ചു നോക്കിയാൽ തന്നെയാണ് ഇതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. മറ്റുള്ള ഓപ്ഷൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ബിക്കോസ് മുസ്ലിം ലീഗ് ആൻഡ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ അറ്റ് പീരിയഡ് ഓഫ് reconciliation among them itself, because Indian National Congress was one party during the period. Except Congress, no other political parties participated in the freedom movement. പറയുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഉത്തരം നമ്മൾ പാസേജിൽ നിന്ന് തന്നെ വായിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വേർ ദ പ്രൈമറി ഡിമാൻഡ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡ്യൂറിങ് ഇറ്റ്സ് ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്? എന്താണ് കോൺഗ്രസ് ഫോം ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 എണ്ണമുണ്ട്. പൂർണ്ണ സ്വരാജ്, ടു ഇൻസ്റ്റാൾ ദ ഫീലിംഗ് ഓഫ് നാഷണലിസം എമംഗ് യൂത്ത് ഫോർ ദ മദർ കൺട്രി ഇന്ത്യ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മോർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ട്രഡീഷണൽ ഇന്ത്യൻ നോളജ്, ലോബിയിങ് സപ്പോർട്ട് ഫോർ പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ദ ബ്രിട്ടീഷ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവൺമെന്റ്. അപ്പോൾ ഇതിനകത്ത് പല ആൻസർ കാണുമ്പോൾ ഇതെല്ലാം ശരിയായിരിക്കുമല്ലോ എന്ന് ചിന്ത വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലോബിയിങ് സപ്പോർട്ട് ഫോർ പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവേണൻസ്. നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഓഫീസേഴ്സിനൊക്കെ പിന്നീട് ഇന്ത്യൻ സിവിൽ സർവീസ് ഒക്കെ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അതുപോലെ തന്നെ ബ്രിട്ടീഷ് കാര്യങ്ങളിൽ ഇടപെടാൻ ഇന്ത്യക്കാരെ എംപവർ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പാത ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരുന്നു കോൺഗ്രസ് ഫോം ചെയ്യുമ്പോൾ 1885 കോൺഗ്രസിന്റെ മെയിൻ ആയിട്ടുള്ള ആവശ്യം അല്ലെങ്കിൽ ഡിമാൻഡ് അല്ലെങ്കിൽ അവരുടെ ഒരു കർത്തവ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഇന്നും 50 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. NCERT മറ്റ് പല ഓൺലൈൻ റിസോഴ്സും യൂട്ടിലൈസ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ CVT. എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. താങ്ക് യു.